ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ HP ലാപ്ടോപ്പിൽ ഏറ്റവും പുതിയ വേർഷൻ ബയോസിനെ കുറിച്ചാണ്. ബയോസ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഏകദേശം അറിയുമോ? ബയോസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ വിൻഡോസ് പ്രോഗ്രാമിനെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സോഫ്റ്റ്വെയർ സെക്ഷനാണ്. അതൊരു ചിപ്പ് ടൈപ്പാണ്, പക്ഷെ അത് പ്രോഗ്രാം നമുക്ക് ലോഡ് ചെയ്തിട്ടാണ് നമുക്ക് വിൻഡോസ് 10, 11 ഒക്കെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അതിലാണ് പിന്നെ അടുത്ത സോഫ്റ്റ്വെയർസായ അഡോബിൻ്റെയോ ഓട്ടോകാഡ് അങ്ങനെ നോർമല് MS ഓഫീസ് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ എക്സ്ട്രാ അഡ്വാൻസ് സെറ്റിങ്സൊക്കെ എനേബിൾ ചെയ്തതും ഉള്ളൊരു സെക്ഷനാണ് ബയോസ്. അപ്പോൾ അതിൽ ചില സാഹചര്യങ്ങളിൽ എറർ വരാറുണ്ട്, അതുപോലെ മിസ്സിങ്, കുറേ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഇഷ്യൂസിൽ നിന്ന് മാക്സിമം ഒരു സെക്യൂറായി വയ്ക്കുക, അതുപോലെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരി നോക്കുക എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഈ കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞു തരുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സെക്യൂറായിട്ട് ചെയ്യണം, അതുപോലെ എന്തൊക്കെ നമുക്ക് ഇനി ചെയ്യാതിരിക്കരുത്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ടിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് നോട്ട് ചെയ്യുക, ഈ വീഡിയോ നോട്ട് ചെയ്യുക. വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന അതേ ബയോസ് ആണെങ്കിൽ ഇതേ സെറ്റിങ്സ് ആയിരിക്കണം നിങ്ങളിലും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വൺ ആയിട്ട് സ്റ്റെപ്പായി തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗൈസ്, നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് HP ലാപ്ടോപ്പിലെ ഏറ്റവും പുതിയ വെർഷൻ ബയോസ് സെറ്റിങ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ ഇതിൽ ബയോസ് എടുക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ F10 ബട്ടണാണ്. അത് നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്നു. അത് ഒന്നിൽ കൂടുതൽ പ്രസ് ചെയ്യണം, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ പ്രസ് ചെയ്താൽ ഡയറക്റ്റ് അത് ബയോസിലേക്ക് പോകും. അപ്പോൾ അത് ബയോസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പുതിയ വേർഷൻ തന്നെയാണത്. അതിൻ്റെ വേർഷൻ ഞാനിപ്പോൾ അപ്ഡേറ്റ് സിസ്റ്റം ബയോസ് ഓപ്ഷനിൽ പോയി നമ്മൾ അതിൻ്റെ ബയോസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോസാണ് അതിരിക്കുന്നത്. അത് HP തന്നെ ഏറ്റവും പുതിയ വേർഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് സിസ്റ്റം ഇൻഫർമേഷനാണ്. അതിൽ പോയാൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇതേത് ലാപ്ടോപ്പാണ്, അതിൻ്റെ മോഡൽ ഏതാണ്, എല്ലാം നമുക്ക് സ്പെക്ക് അടക്കം നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റും. എത്ര GB RAM ഉണ്ട്, എല്ലാ ഡീറ്റെയിലും നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് പോകുന്നത് സിസ്റ്റം ഡയഗ്നോസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിലോ റാം, സ്റ്റോറേജ് അങ്ങനെ ആ ബേസിക് എന്തെങ്കിലും പ്രോബ്ലംസ് എറർ വരുവാണെങ്കിൽ നമ്മളതിൽ പോയാൽ ഓട്ടോമാറ്റിക് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അതിലിപ്പോൾ പ്രൊസസ്സർ, മെമ്മറി, സ്റ്റോറേജ്, പവർ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് കീബോർഡായി. അപ്പോൾ എന്തെങ്കിലും അത് എറർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് ടെസ്റ്റ് അടിച്ച് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്ത ഓപ്ഷൻ ബയോസ്. ഇനി ടൈം, നമ്മൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഡേറ്റ് ടൈം നമുക്ക് കറണ്ട് ടൈമിന് കൊടുത്തിരിക്കണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യും. പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ സെക്യൂരിറ്റിയാണ് പോകുന്നത്. സെക്യൂരിറ്റിയിൽ നമ്മൾ ബയോസ് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്, നമുക്ക് ഈ ബയോസിലേക്ക് വേറെ ആളൊന്നും അപ്രോച്ച് ചെയ്യരുത്, വേറെ ഒന്നും ഓപ്ഷൻസ് മാറ്റി കൊടുക്കുന്നതിൽ കൊടുക്കുന്നത് പാസ്വേഡാണ് ഈ 2 എണ്ണം. പോസ്റ്റ് പാസ്വേഡും കൊടുക്കുക, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ പാസ്വേഡും കൊടുക്കുക. പിന്നെ അടുത്ത സെക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസ് ഷുവർ സ്റ്റാർട്ടാണ്. അത് നമ്മൾ എപ്പോഴും ഇതിൽ കൊടുത്തിരിക്കുന്ന മാതിരി ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. വെരിഫൈ വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ലോഡ് ചെയ്യാൻ ടൈം എടുക്കും, അങ്ങനെയൊക്കെ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ കറണ്ടിൽ ടിക്ക് മാർക്കുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് നമ്മൾ ഡിസ്പ്ലേ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട്ലി ബയോസ് ഏത് ലാംഗ്വേജിൽ അറിയണം എന്നുള്ളൊരു ഇതിൽ മാത്രമുള്ള അതൊന്നും ചേഞ്ച് ചെയ്യണം, ഇംഗ്ലീഷിൽ തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ഷെഡ്യൂളായിട്ട് എന്തെങ്കിലും ഓപ്പൺ ചെയ്യണോ, സിസ്റ്റം ഓൺ ആക്കുന്നുള്ള മെത്തേഡ് മാത്രം. പിന്നെ ഉള്ളത് ബൂട്ട് ഓപ്ഷനാണ്. ബൂട്ട് ഓപ്ഷൻ നമ്മൾ കാരണം ഇതുപോലെ തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ, അതിൽ നെറ്റ്വർക്ക് കൊടുക്കരുത്, നെറ്റ്വർക്ക് എപ്പോഴും ഓഫായി കിടക്കണം. പിന്നെ ബാക്കിയുള്ള ടിക്ക് മാർക്കിട്ട് അതുപോലെ ഇരിക്കുക. പിന്നെ നമ്മൾ ബൂട്ട് ഓപ്ഷൻ ഇപ്പോൾ USB ആണെങ്കിലും വിൻഡോസ് അതിൽ ബൂട്ട് മാനേജറാണ്, നമുക്ക് ഏത് വേണം ചേഞ്ച് ചെയ്യുക. ഏതിലാണ് വോയിസ് ഇരിക്കുന്നത് അതായിരിക്കണം ഏറ്റവും ടോപ്പിൽ. അപ്പോൾ ഇതിൽ ബൂട്ട് മാനേജറുണ്ട്, അത് മുകളിലേക്ക് വെച്ച് സേവ് ചെയ്യണം.
മാറിപ്പോകരുത്. മാറിപ്പോയാൽ നമുക്ക് അത് ലോഡ് ചെയ്യാൻ ഒന്നുകൂടി ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഏതിലാണോ ഏത് ഹാർഡ് ഡിസ്കിലാണോ കിടക്കുന്നത് അത് മാത്രം ടോപ്പിലേക്ക്. അടുത്തതാണ് അതിൻ്റെ സെക്യൂർ ആയിട്ടുള്ളത്. അത് ലെജൻസി അടുത്തൊരു വേറെ ഓപ്ഷനാണ്. കാരണം കൂടുതൽ അഡ്വാൻസ് ഉള്ള രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാത്തൊക്കെ ആണെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ ഈ ലെജൻസിൽ ചിലപ്പോൾ നമുക്ക് റിക്കവർ ആയി കിട്ടാറുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിലേക്ക് എനേബിൾ ആയിട്ടില്ല, രണ്ടും ഡിസബിൾ ആണ്. അതുപോലെ സെക്യൂർ ബൂട്ടും രണ്ടും ഡിസബിൾ ആയി കിടക്കുകയാണ്. നമുക്ക് രണ്ടും എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ലെജൻസി മാത്രം എനേബിൾ ചെയ്തിട്ട് ആക്കാം. അങ്ങനെ 3 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് HP-യുടെ റിക്കവറി ഓപ്ഷനാണ്. അപ്പോൾ ചില സമയത്ത് OS ലോഡാവാത്ത പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് നെറ്റ് വഴിക്ക് നമുക്ക് റിക്കവർ ചെയ്ത് ബൂട്ടിൻ്റെ മിസ്സായ ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻ. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടാണ്. അപ്പോൾ 2 സൈഡും നമുക്ക് ലാപ്ടോപ്പിൽ നമുക്ക് USB കാണാറുണ്ട്. USB പോർട്ട്, പല പോർട്ടുകൾ, ഇപ്പോൾ ലാൻഡ് പോർട്ട്, USB പോർട്ട്, ടൈപ്പ് C, അതൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം ഏതൊക്കെ വേണ്ട എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് കൺഫേം ചെയ്യാം. പിന്നെയുള്ളത് നെറ്റ്വർക്ക് സെറ്റിങ്സാണ്. അത് നമ്മൾ മെയിനായി ചെക്ക് ചെയ്യണതാണ്. അത് ജസ്റ്റ് ഇത് ടിക്ക് മാർക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. DHCP എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെയായിട്ട് നെറ്റ്വർക്കായിട്ടുള്ള ഇഷ്യൂ എന്തെങ്കിലും വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് നമുക്ക് ഓരോ അപ്ലൈ ആണ്. ഇപ്പോൾ ഇതൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമായിട്ട് സേവ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫാക്ടറി പുതിയ രീതിയിൽ നമുക്ക് സേവിങ് ചെയ്യാം. അപ്പോൾ ഏതാ വേണ്ടത് അത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സേവ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ചില നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നുകൂടി വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കൺഫേം ആക്കിക്കോളൂ. നിങ്ങൾ ഇതുപോലെ ഓപ്ഷൻസ് ആണോ കണക്കതിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്യുക, മാറ്റം വരുത്തുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.